ബാബ എവിടെ പോണ്? വാവേ വാവേ മുട്ടക്കറി മുട്ട റോസ്റ്റ് ചേട്ടനെ പോയി പിടിച്ചേട്ടാ. നിന്റെ വീഡിയോ കിട്ടിയേട്ടാ. ഹലോ, ഇത്തവണത്തെ ഓണത്തിന് നാട്ടിലേക്കുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ രണ്ടാമത്തെ ഓണമാണ് ഇത്തവണത്തെ ഓണം. കഴിഞ്ഞ തവണ ആൾക്ക് ചോറൂണൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഓണസദ്യ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണമാണ് ആൾക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓണസദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതും എന്താ പറയുക, കുഞ്ഞിപ്പെണ്ണ് ഇത്തിരി ഒന്ന് വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ അവളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഓണവും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ മൊത്തത്തിലൊരു സ്പെഷ്യലായിട്ടുള്ള ഓണമാണ്. എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ ഇപ്പം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ കുറേ നേരമൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ പാട്ടൊക്കെ കേട്ടിരിക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ആൾക്ക് ബോറടിക്കും. അപ്പോൾ അപ്പോഴാണ് വിഷയങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. എല്ലായിടത്തും ഓടിച്ചാടി കളിച്ചൊക്കെ നടന്നോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ എല്ലാ തവണയും പോണ പോലെ തന്നെ 2 ദിവസമായിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ഡേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യും. എന്നിട്ട് 2ാമത്തെ ദിവസമാണ് നമ്മൾ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ കുഞ്ഞിപ്പെണ്ണ് നന്നായിട്ട് ഉറങ്ങി ആളുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് വലിയ പ്രശ്നമില്ലാണ്ടിരിക്കണത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ തിരക്കും പിന്നെ റോഡ് പണി നടക്കുന്നതിൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. മതി. അത്രയല്ലേ ഉള്ളത്. ചുമ്മാ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ KTDCയുടെ അവിടെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ വാട്ടക്കരയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പൂച്ചക്കുട്ടീനെയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിങ്ങനെ എന്താ പറയുക, പുറത്തിറങ്ങിയ നേരത്തൊക്കെ മൊത്തത്തിൽ അടിച്ച് പൊളിച്ചവിടേക്ക് ഓടിച്ചാടി തുള്ളി നടക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഒരു ചട്ടിച്ചോറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വിട്ടുപോയി. പാടടാ മറ്റേ പാട്ട് പാടാൻ പോകും. ഞാൻ പറയാം, തപ്പോ തപ്പോ തപ്പാണി തപ്പ് കിളുക്കും താളം കിളുക്കും തപ്പാണി കെട്ടി വലഞ്ഞ് വരുമ്പോൾ പെൺകുട്ടാനൊരമ്മയുണ്ട് പെൺചൂടാനൊരപ്പനുണ്ട്. വാവേ തപ്പോ തപ്പോ പാട്ട് പാട്. അമ്മ പാടുന്ന പാട്ട് പാടോ? പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് ഇഷ്ടം തോന്നിയെന്നാണ്. ഇഷ്ടമായി കാണുവാൻ പോലും ഇല്ലെന്നാലും ആരാധനയോടായിരം ഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി. മഴവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി പാടാമോ. മഴവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ പാടിപ്പോ പനയൻ നെഞ്ചിൽ തേ. ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി പൂരം കാണാം പൂരം പൂരമെനിക്കെന്ന് കാണണ കാന്ത. അയ്യോ ബ്രേക്ക് ഇടുന്നില്ല പണി പാടിയില്ല. അവക്ക് തുമ്മക്ക് ഈ അറപ്പയ്ക്കുന്ന പണി. കണ്ണീർ ആവച്ചി എവിടെ പോണടി? അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ഡേയിലെ യാത്ര അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർക്കായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗുരുവായൂർ അമ്പലത്തിനടുത്ത്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ആനക്കോട്ടയിലേക്ക് പോയി കുഞ്ഞിപ്പെണ്ണിനെ ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് തിരിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആനേനെ കാണാൻ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ വന്നിട്ട് നന്നായിട്ട് ലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് സുന്ദരിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം രാത്രി എന്താ ചപ്പാത്തി എന്തോ ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീഡിയോ എടുക്കുന്നത് ഞാൻ മറന്നുപോയി. പിന്നെ ദേ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടുള്ള എൻ്റെ കുറച്ച് കാട്ടിക്കൊട്ടലുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന്, പക്ഷെ ഒന്നും നടന്നില്ല. ചിങ്കിടിയേ ബാബ ബാബ എന്തേ ബാബനെ നോക്കട്ടെ. ബാബ ബാബ പോവാ ചെരുപ്പൊക്കെ ഇട്ട് എവിടെ പോവാ നോക്കട്ടെ. ബാബ എവിടെ പോവാ?
ചെരുപ്പൊക്കെ ഇട്ട് എവിടെ പോന്നെ? ചെരുപ്പൊക്കെ ഇട്ട് വാവ എവിടെ പോവാ? എവിടെയാ പോന്നേ? വാവേ എവിടെ പോന്നെ? ആനേനെ കാണാൻ പോവാന്നോ? നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അച്ഛടുത്ത് പറ. ആനയെ കാണാൻ പോവാന്ന് അച്ഛയോട് പറ. ആനയെ കാണാൻ പോവാണോ? ഇങ്ങോട്ട് പോണേ? പോയില്ല. എവിടെയാ പോന്നേ? ആനീനെ കാണാനാ? ആനയെ കാണാനാണോ? വാവയ്ക്ക് ആന ഇഷ്ടാണോ? ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടാ. ഇത്ര അടുത്തായിരുന്നല്ലേ സംഗതി. ഇത് മമ്മിയൂർ ക്ഷേത്രം. സൂപ്പറാണ്. ഒരു ഉമ്മ തരുമോ? നെറ്റിപ്പട്ട് അമ്മയ്ക്കൊരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തന്നേക്കോ? നെറ്റിപ്പട്ട് ആനയുടെയാ? ആരുടെയാ? ആന. ആനയുടെ നെറ്റിപ്പട്ട. അവന് തുമ്പിക്കൈയുണ്ടോ? ആനയുടെ നെറ്റിപ്പട്ട. ബാബ എന്താ പാപ്പം കഴിക്കാതിരിക്കുവാണോ? ബാബയുടെ പാപ്പം വരുന്നേ അവിടെ. ഒരു ഗ്ലാസ് കൂടി തരണേ. ഇവിടെ വാ നാണ്ട പാപ്പം വന്ന വാ. ബാബു ബാബേ ബാബേ അപ്പോൾ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ കയറിയത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് പേര് കടവ് എന്നാണ് തോന്നുന്നു. ഇതൊരു കൊച്ചി ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. ഈ കരിമീൻ എന്താ പറയുക, കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. എൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.
അപ്പം നീ 2 ദിവസത്തെ യാത്രയാണ് ഞാനൊക്കെ കരിഞ്ഞുണങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടാനടിക്കും. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് ബാക്കൊക്കെ ഇട്ടിട്ടാണ് വീണ്ടും ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇത് ഏകദേശം ആലപ്പുഴ ഭാഗമാണെന്ന് തോന്നിയിട്ടു. ഏകദേശം ഞങ്ങൾ മിക്കവാറും ആലപ്പുഴ വന്നിട്ടായിരുന്നു ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നേരത്തെ ഫുഡൊക്കെ കഴിച്ചങ്ങ് സെറ്റായിട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആലപ്പുഴ എത്തിയിട്ട് കഴിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് വൈകുന്നേരമൊക്കെ ആകും, സന്ധ്യയാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് സമാധാനപൂർവ്വം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് മൊത്തത്തിൽ ടെററാക്കും. അങ്ങനെയാണ്. ആളിപ്പോൾ നല്ല ഉറക്കത്തിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. അതേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രണ്ടാമത്തെ ഡേ ആയപ്പോഴത്തേക്കും ആൾ മൊത്തത്തിൽ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ആൾ ഫുൾ ടൈം പിന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നു. ഇവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ പുതിയ സാധനങ്ങളൊക്കെ കണ്ടതൊക്കെ പറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവളുടെ പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.